വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടികളുടെ സമാപനമാണിന്ന്. ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ചടങ്ങിലായിരിക്കും ആ ഒരു പ്രോഗ്രസ് കാർഡ് പ്രകാശനം ചെയ്യുക. വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഏറെ നാളായി ഇത്തരത്തിൽ ഈ ഒരു ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിരവധി ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിരവധി സ്റ്റാളുകളെ വിശദീകരിക്കുന്ന നടപടികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അതിലെ പങ്കെടുത്ത ജനങ്ങൾക്ക് വലിയ പുതിയ കുറേ അറിവുകൾ നേടുന്ന കുറേ നടപടികളും അത്തരത്തിലുള്ള പരിപാടികളും ഒക്കെ ആയിരുന്നു സർക്കാർ നടത്തിയിരുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു സമാപനം കുറിക്കുന്നതിനോടൊപ്പം ഈ ഒരു പ്രോഗ്രസ് കാർഡും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, ഈ സമാപന ചടങ്ങിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം ഈ ഒരു പ്രോഗ്രസ് കാർഡിനെ സംബന്ധിച്ചും സർക്കാരിന്റെ 4 വർഷത്തെ നേട്ടം ചൂണ്ടിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് കൂടി ആയിരിക്കുമെന്നതിൽ സംശയമില്ല, അല്ലേ വിഷ്ണു? കാളിദാസൻ, തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വർഷത്തെ 2ാം പിണറായി സർക്കാരിന്റെ വികസനങ്ങളുടെ പ്രവർത്തനങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ 4ാം വാർഷിക പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ ജില്ലകളിലും പ്രത്യേക സ്റ്റാളുകളെല്ലാം തയ്യാറാക്കിയിരുന്നു. ജില്ലാതല രീതിയിലുള്ള വലിയ വികസന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4 വർഷം കേരളത്തിൽ സേവനം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള പരിപാടിയായിരുന്നു. അതിന്റെ ഭാഗമായുള്ള സമാപന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് അവസാന ദിവസമാണ്. ഈ സ്റ്റാളുകൾ സന്ദർശിക്കുന്നവർക്കെല്ലാം ഇന്ന് കൂടി ഈ സ്റ്റാളുകളെല്ലാം കാണാം. അതോടെ ഇന്ന് ഈ പരിപാടികളെല്ലാം അവസാനിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ എന്റെ കേരളം വികസന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. പല ജില്ലകളിലെ അവലോകന യോഗങ്ങൾ നടത്തിയിരുന്നു. ഇതിലെല്ലാം പുറമെ സാധാരണക്കാർക്ക് കാണാനായി തന്നെ ഒരു മേള സംഘടിപ്പിച്ചിരുന്നു. അവിടെയെല്ലാം പല ജില്ലകളിലും പല സ്റ്റാളുകൾ നടത്തിയിരുന്നു. വിപണന സ്റ്റോളുകളും ഉണ്ടായിരുന്നു, പ്രദർശന സ്റ്റോളുകളും ഉണ്ടായിരുന്നു. വിപണന സ്റ്റോളുകളിൽ പുതിയ വിവിധ ഇനം വസ്തുക്കൾ, ഫുഡ് കോർട്ടുകൾ, ഇതെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതിനെല്ലാം ഉപരി തന്നെ ഈ പ്രദർശന മേളയിൽ തന്നെ വിവിധ വകുപ്പുകൾ, അതായത് ഫോറസ്റ്റ് വകുപ്പായാലും ഫയർഫോഴ്സ് ആയാലും അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രദർശന മേള സംഘടിപ്പിച്ചിരുന്നു. അവരുടെ പ്രത്യേക സ്റ്റാളുകളിൽ അവരുടെ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ ആസ്വദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഒരു മാതൃക നിർമ്മിച്ചു നൽകുക എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പല ദൃശ്യാവിഷ്കാരങ്ങൾ ഉൾപ്പെടെ വിവിധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വകുപ്പുകളെ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വലിയ സ്വീകാര്യതയാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ഒരു ആഘോഷമായി മാറി ഇതൊരു വിജയമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ സമാപന ചടങ്ങിന് മുന്നോടിയായി തന്നെ ഇന്ന് രാവിലെ 10:30 സംസ്ഥാന സർക്കാരിന്റെ ഈ 4ാം വാർഷികത്തിന്റെ തിരുവനന്തപുരം ജില്ലാ തല യോഗം ഇന്ന് ഉണ്ടാകും. ജിബി ജോർജ് സ്റ്റേഡിയത്തിലാണ്. അവിടെ മുഖ്യമന്ത്രി 500ഓളം ആളുകളുമായി സംവദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉച്ചയോടെ തന്നെ ഈ സംവാദം അവസാനിക്കും. അതിനുശേഷമാണ് വൈകിട്ട് 4 മണിയോടെ ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപന സമ്മേളനം നടക്കുന്നത്. ഈ പരിപാടിയിലാണ് മുഖ്യമന്ത്രി 4 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഏതായാലും നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ വിപുലമായ ചടങ്ങാണ്. ഇതൊരു വലിയ വിജയമായി മാറി എന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വാദം. എന്നാൽ ഇതിലെല്ലാം നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം സർക്കാർ എന്ത് നല്ലത് ചെയ്താലും ഇടത് സർക്കാർ ചെയ്യുന്ന പരിപാടികളിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുന്ന പതിവാണ്. ആ സമയങ്ങളിലെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അടക്കം വിമർശിച്ചിരുന്നു. ഏതായാലും വലിയ ആഘോഷത്തോടെ നടന്ന പരിപാടികൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. വൈകിട്ടോടെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഈ പരിപാടിയുടെ സമാപന സമ്മേളനം നടക്കുന്നതാണ്. കാളിദാസൻ. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്നിരുന്നാലും വലിയ സ്വീകാര്യത തന്നെയാണ് ഈ ഒരു എന്റെ കേരളം പ്രദർശന വിപണന മേളയെ സംബന്ധിച്ചും നടന്നിരുന്നത്. അല്ലെങ്കിൽ വലിയൊരു സ്വീകാര്യത ജനങ്ങളിൽ നിന്നും ലഭിച്ചു ഈ ഒരു മേളയ്ക്കടക്കം. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ ചില പ്രദർശനങ്ങളും ഒക്കെ കൃത്യമായി കാണാൻ സാധിച്ചു. ജനങ്ങൾക്ക് കൂടുതൽ അവലോകനം ജനങ്ങളിൽ തീർക്കാൻ സാധിച്ചു ഈ സർക്കാർ വകുപ്പുകൾക്ക് എന്നുള്ളതാണ് മേളയിലൂടെ. എന്തായാലും ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു പ്രോഗ്രസ് കാർഡും കൂടി പുറത്തിറങ്ങുന്നു. 4 വർഷത്തെ ഭരണ നേട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനത്തെ നടക്കുന്ന ഈ ഒരു സമാപന ചടങ്ങിലായിരിക്കും ഈ ഒരു പ്രകാശനം ഉണ്ടാകുക. ഒപ്പം തന്നെ വിഷ്ണു കരുണാകരൻ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാതല യോഗവും ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.